നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ എല്ലായിടത്തും ഞരമ്പന്മാർ കൂടി വരുവാണ്. അതായത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞരമ്പ് രോഗമുള്ള ഈ അണ്ടിയൊക്കെ ബലം വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് കൂടി വരിക. ഞാൻ പച്ച മലയാളത്തിൽ പറയാം, ആരും നാണക്കേട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ മൊബൈൽ തുറന്ന് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ കണ്ടതാണ്. ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അപ്പോൾ കാസർഗോഡ് ലേക്ക് ഹോം റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേക്ക് ഹോം സ്റ്റേ റിസോർട്ട്, അവിടെ ഒരു പെൺകുട്ടി ഷാലു എ പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവർ മോഡലാണ് ഒക്കെയാണ്, നർത്തകിയൊക്കെയാണ്. പിന്നെ ഈ സിനിമയിലൊക്കെ മുഖം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി. അപ്പം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സും കാര്യങ്ങളും അതെല്ലാതും ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പേരൊക്കെ അവിടെ കൊടുക്കുമ്പോൾ നമ്മളത് പൂർണ്ണ ഒരു വിശ്വാസത്തോടെ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് വേറെ മൂന്നാമതൊരാൾക്ക് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വിശ്വാസത്തിലാണ് ഒരു സേഫായിട്ടൊരു സ്ഥലത്ത്, സെക്യൂരിറ്റി ഒക്കെ ഉള്ളൊരു റിസോർട്ടാണ്. അപ്പം അവിടെ നമ്മൾ ഈ റൂം എടുക്കുമ്പോൾ നമ്മൾ സേഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മളല്ലാതെ നമ്മളെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസും ഡാറ്റയൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇത് അവിടുത്തെ മുതലാളിയുടെയും അവിടുത്തെ ജീവനക്കാരുടെ ഉള്ള അറിവോടെയുള്ള പരിപാടിയാണ്. കാരണം മുതലാളി ഒരു ഞരമ്പ് രോഗിയാണ്, കൊഞ്ചിക്കൊടഞ്ഞൊരു സംസാരമാണ് സംസാരിക്കുന്നത് ഈ പെൺകുട്ടി പറഞ്ഞതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് വീഡിയോ കാണിക്കാൻ എനിക്കൊരു വഴിയില്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഷാലു എ പി എന്ന് പറയുന്ന ഇവർ ഈ പെൺകുട്ടി റൂം എടുത്തതിൻ്റെ ശേഷം അവരവിടെ താമസിക്കുകയാണ്. രാത്രിയിൽ അവർക്ക് നല്ല ടയർഡ് ഉണ്ടായിരുന്നു, കാരണം യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്തോ ഒരു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ഷൂട്ടിങ്ങിന് ഒപ്പമുള്ള ആളോട് പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞ് അയാൾ ഇവരെ ഇവിടെ റൂമിൽ ഒക്കെ സേഫാക്കി കൊടുത്ത് അയാൾ പോയി. കാരണം വെച്ചാൽ അയാൾക്കും വേറെ പണിയുണ്ട്, ചിലപ്പോൾ അയാൾക്ക് വീട്ടിൽ പോകേണ്ടിയാവും, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ അവിടെ പുറത്തെവിടെയെങ്കിലും ചിലപ്പോൾ അയാൾക്ക് റൂം. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പം രാത്രി ഒരു 11:30-12 മണി സമയത്ത്, 12 മണിയും കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, 1 മണിന്ന് ആ പെൺകുട്ടി പറഞ്ഞെന്ന് തോന്നുന്നു. ആ സമയത്ത് രാത്രി ഇവരുടെ ഇവരുടെ റൂമിൻ്റെ ഡോറെ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യം പ്രതികരിച്ചില്ല. പിന്നെ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. തുറക്കടി വാതിലെ ഞങ്ങളങ്ങോട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞിട്ട് 1-2 ആൾക്കാർ ആരോ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇവർ റിസപ്ഷനിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളെ കൂട്ടി വിട്ടത്. എന്ത് ഉത്തരവാദിത്തത്തിലാണ്? ഇപ്പോൾ ഞാൻ ഒരു റൂമല്ല എടുത്തത്, നമ്മൾ ഏതെങ്കിലും ലേഡീസ് സ്റ്റാഫ്, ഇപ്പോൾ ഞാനല്ല ആരായാലും, വേറൊരു ലേഡീസ് സ്റ്റാഫ് റൂം എടുത്താലും ആരായാലും, നമ്മൾ ഒരു ഹോട്ടലിൽ നമ്പർ നമ്മളറിയാതെ വേറൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് കൈമാറാൻ പാടില്ല. അപ്പോൾ ഇത് ഹോട്ടലുകാരുടെ പൂർണ്ണമായ ഹോട്ടലുകാരുടെ ഇടപെടലുണ്ട്. അപ്പോൾ അവരുടെ ആരെങ്കിലും ആണിത്. അപ്പോൾ അവർക്കിത് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, ഈ മുതലാളിക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കടന്നു കൊടുക്കാനൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊരു ചിക്കിളി കിട്ടും. അങ്ങനെ കാശുണ്ടാക്കുന്ന കുറേ മുതലാളിമാരുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ മുതലാളിമാർ ഇവിടുത്തെ സ്റ്റാഫുകളും. ലാസ്റ്റ് ഈ പെണ്ണ് 3-4 വട്ടം ഒച്ചപ്പാടുണ്ടാക്കിയപ്പം ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഒച്ചപ്പാടുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം ലാസ്റ്റ് നമ്മൾ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ഈ പെണ്ണ്. അപ്പോൾ പറഞ്ഞ്, നീ പോലീസിനെ വിളിക്കടി, ഞാനാണ് ഈ പോലീസ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവർ പോലീസിനെ വിളിച്ചു. തക്ക സമയത്ത് അവിടെ പോലീസ് കറക്റ്റ് ഇടപെടലുണ്ടായതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും ഇവരെ കാണാനില്ല, ഈ വന്ന ആൾക്കാരെയൊന്നും. പോലീസ് പിടിച്ചു കൊണ്ട് പോയ ഒന്നും അറിയത്തില്ല. അതിനെ പറ്റിയിട്ട് ഒന്നും ഈ വീഡിയോ പറഞ്ഞിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇവർക്ക് പിടിപാടുണ്ട്. മുതലാളി പോലീസ് സ്റ്റേഷനായിട്ട് കോൺടാക്ട് ചെയ്തതിന് സംശയമുണ്ട്. ഈ മുതലാളി ആണെങ്കിലും കുണിഞ്ഞിട്ടൊരു സംസാരമാണ് സംസാരിക്കുന്നത്. സാധാരണ ഒരു മുതലാളി ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വന്ന് ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ ആ ഗസ്റ്റിന് വേണ്ട രീതിയിൽ അവർക്ക്
ഉണ്ടായ ആ ഷോക്കിനെ പറ്റി അയാൾ അറിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞ് അയാൾ ക്ഷമ പറഞ്ഞ് വേണ്ട പോലെ ചെയ്യാം എന്നാണ് പറയേണ്ടത്. അതിന് പകരം ഇയാൾ ഫോണെടുത്ത് കൊഞ്ചിക്കുഴഞ്ഞാൽ ഒരു സംസാരം, ഒരു മോശപ്പെട്ട രീതിയിലുള്ള സംസാരമാണ് ഇയാൾ സംസാരിച്ചത്, വളരെ വൃത്തികെട്ട രീതിയിൽ. അപ്പോൾ അയാൾക്കും ഈ ഞരമ്പ് രോഗം ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ അയാളുടെ അറിവിൽ ആരെങ്കിലും പെട്ടിട്ട് ഇങ്ങോട്ട് വിട്ടാവും, ഇന്ന റൂമിൽ ഇന്ന ഒരു പെൺകുട്ടിയുണ്ട്, നല്ല ഒരു പെൺകുട്ടിയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ അവർ. അപ്പോൾ അവിടെ നമ്മുടെ റിസപ്ഷനിൽ പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂമിൻ്റെ ചാവി പിന്നെ നമ്പർ പറഞ്ഞു തരും. അവരുടെ മൊബൈൽ നമ്പർ അവിടെ നിന്ന് വാങ്ങിയാൽ മതി, വിളിച്ചാൽ മതി. അങ്ങനെയാണ് ഇവർ രാത്രി വിളിച്ചിട്ട് റെസ്പോൺസ് എടുക്കാത്തപ്പോഴാണ് ഇവരുടെ റൂം ചവിട്ടി പൊളിക്കാനും അടിച്ചു പൊളിക്കാനൊക്കെ ചെന്നത്. ഡോർ തുറന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി വളരെ കഷ്ടമാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് ഇന്നത്തെ കാലത്ത് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഡ്ജിലൊക്കെ നമ്മൾ റൂം എടുക്കുന്നത്? അവിടെ താമസിക്കുന്നവർക്കുള്ള സേഫിനാണ് അവിടെ റൂം എടുക്കുന്നത്. അപ്പോൾ റിസപ്ഷനിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളുടെ നമ്പറാണെന്നുണ്ടെങ്കിൽ അത് ആ റൂമിലത്തെ നമ്പർ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക, നിങ്ങളെ പരിചയമുള്ള ആൾക്കാരുണ്ടോ, ഇങ്ങനെ 2 ആൾക്കാർ രാത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞയക്കുക. അല്ല അവരുടെ അവരുടെ മൊബൈൽ നമ്പർ ഇവർ കൊടുക്കാൻ പാടില്ല. കാരണം ഗസ്റ്റ് അറിയാതെ ഗസ്റ്റിൻ്റെ മൊബൈൽ നമ്പർ മൂന്നാമത് ഒരാൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് വ്യക്തമായിട്ട് ഇതിൽ അറിവുണ്ട്, ഈ ഹോട്ടലുകാർക്കും അല്ലെങ്കിൽ ആ റിസോർട്ടുകാർക്കും അതിൻ്റെ മുതലാളിക്കൊക്കെ വ്യക്തമായിട്ട് അറിവുണ്ട് അവരുടെ ആരോ ആണ്. അപ്പോൾ ഇവർക്ക് വൃത്തികൾ ഒപ്പിക്കാനാണ് രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന ഞരമ്പ് രോഗികളുണ്ട്. ഇവർക്ക് ഒന്ന് എന്താ ഇപ്പോൾ പറയാം, പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് കിട്ടുമെന്ന് അറിയാനായിട്ട് വന്നതാണ്. സംഭവം അത് കിട്ടൂല, പോലീസിനെ വിളിച്ചു എന്നുള്ള ഉറപ്പായപ്പോൾ ഇവർ മുങ്ങി അവിടുന്ന്. പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് പരിചയമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പിടിപാട്? ഒരു റിസോർട്ടിൻ്റെ മുതലാളി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് പലയിടത്തും പരിചയം ഉണ്ടാവും. അവിടെ വരുന്ന ഗസ്റ്റുകൾ പൊട്ടന്മാരാവും. അങ്ങനത്തെ ഒരു രീതിയാണ്. ഇങ്ങനത്തെ നാറിയെടുക്കാൻ പോലീസ് എത്രയും വേഗം ഈ അടക്കിയ തന്നെ വേണ്ടി ജയിലിൽ അടയ്ക്കണം. കാരണം ഇവനൊന്നും പുറം ലോകം കാണരുത്. അവൻ്റെ ആ റിസോർട്ടും അതൊക്കെ പിന്നെ അടച്ചു പൂട്ടിൻ്റെ സമയമായി. അപ്പം ഇങ്ങനെയുള്ള റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരാൾ എപ്പോഴും സേഫായിട്ട് അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും ഒരാൾ വേണം, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽപ്പെട്ട ആരെങ്കിലും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഒപ്പം വേണം. കാരണം ഇപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണല്ലോ ഇപ്പം. സഹോദരനായാലും അച്ഛനായാലും റിലേറ്റീവ്സ് ആയാലും അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ എന്നാലും നല്ലൊരാളെ കൂട്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ, അല്ല അച്ഛനോ സഹോദരനോ ആരും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നല്ല മോശക്കാരല്ല ആണെന്നല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഉറപ്പ് കൂട്ടിയിട്ട് പെണ്ണുങ്ങൾ പൊതുവേ റൂം എടുക്കുമ്പോൾ അങ്ങനെ ഒരാൾ വേണം. ഇപ്പോൾ വേറെ 1-2 ആൾക്കാരും കൂടി അതിലുണ്ടെന്നുണ്ട്, ഇവരുടെ പെണ്ണിൻ്റെയൊപ്പം ഉണ്ടെന്നുണ്ട്. ഇവരാരെങ്കിലും വരും. ഇവിടെ ഒറ്റയ്ക്കാണെന്ന് കരുതിയിട്ടാണ് ഇവിടെ വിളിച്ച് മറ്റേത് ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ ഇവിടെ അപ്പോൾ ആ പെൺകുട്ടി ഉസാറാണ്, ആ സെക്കൻഡ് സ്പോട്ടിൽ ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് കാര്യം വളരെ ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ വേണം ചെയ്യാൻ. കാരണം ഇവന് ഈ പോലീസുകാർ, ഈ ഹോട്ടലുകാർ, റിസോർട്ട് അവനെ അവിടെ പ്രവർത്തിപ്പിക്കരുത്. അവന് എന്തൊക്കെ തോന്നിയവാസം ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ റിസോർട്ട് വെച്ചിട്ട് പല പെൺപാണിപ്പവും ഒക്കെ നടത്തുന്നുണ്ടാവും അവിടെ. ഇതൊന്നും ആരും പുറം ലോകം അറിയുന്നില്ല. അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി, നിർത്തുന്നു. ഓക്കെ.